ഹലോ, വെൽക്കം ബാക്ക് ടു സെബീസ് ഫ്ലേവേഴ്സ്. ചിക്കൻ വെച്ചിട്ട് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത്. ചിക്കനിലേക്ക് മെയിനായിട്ട് 2 ചേരുവകൾ മാത്രം ചേർത്ത് തയ്യാറാക്കുന്ന ഒരു കിഡിലൻ കേത്തൽ ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കേത്തൽ ചിക്കൻ എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ സ്പെഷ്യൽ കേത്തൽ ചിക്കന് വേണ്ടിയിട്ട് ഞാനിതാ ഇത്രയും മുളകാണ് എടുത്തിട്ടുള്ളത്. ചുവന്ന മുളകും എടുത്തിട്ടുണ്ട്, കാശ്മീരി മുളകും എടുത്തിട്ടുണ്ട്. ഈ മുളകിനെ നമുക്ക് എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയ്ക്ക് ഓവർ ചൂടുണ്ടായിരിക്കരുത്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുളക് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഞാനിവിടെ തണ്ടോട് കൂടിയിട്ട് തന്നെയാണ് മുളക് എടുത്തിട്ടുള്ളത്. ഇനി മുളക് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ജീരകവും ഫ്രൈ ചെയ്തെടുക്കണം. വലിയ ജീരകമാണ് എടുക്കേണ്ടത്, ഫെന്നൽ സീഡ്. അതും ഈ എണ്ണയിൽ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയാണ് കേട്ടോ ഈ റെസിപ്പിക്ക് ഒന്നുകൂടെ ടേസ്റ്റ്. ഇപ്പോൾ നമ്മുടെ ജീരകവും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി ഈ ഫ്രൈ ചെയ്തെടുത്ത മുളകും ജീരകവും കൂടെ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് പൊടിച്ചെടുക്കണം. ഇത് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് ചിക്കനാണ് വേണ്ടത്. ഞാനിവിടെ 1/2 കിലോഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഈ ചിക്കനിലേക്ക് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കനിലേക്ക് 2 സ്പൂണ് ജീരകമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 2 ടേബിൾ സ്പൂൺ വലിയ ജീരകമാണ് എടുത്തത്. മുളകിൻ്റെ അളവിലൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. കേത്തൽ ചിക്കൻ പൊതുവെ കുറച്ച് സ്പൈസി ആയിട്ടാണ് ഉണ്ടാവുക. കാശ്മീരി മുളക് ഇല്ലെങ്കിൽ സാദാ മുളക് എടുത്താലും മതി, അല്ലെങ്കിൽ സാദാ മുളക് മാത്രം എടുത്താലും മതി. ഞാനിവിടെ ബ്രോയിലർ ചിക്കൻ ചെറിയ പീസാക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കേത്തൽ ചിക്കന് പൊതുവെ സ്പ്രിങ് കോഴി 4 പീസാക്കിയിട്ടാണ് എടുക്കാറുള്ളത്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ചിക്കനെ വേവിച്ചെടുക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ മുളക് വറുത്തെടുത്തിട്ടുള്ള ആ വെളിച്ചെണ്ണ തന്നെ കുറച്ചൊഴിച്ചു കൊടുക്കാം. ഓവറായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന അത്രയും ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഈ ചിക്കൻ പീസസൊക്കെ എണ്ണയിൽ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഈ ചിക്കന് കുറച്ച് സമയം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ട് ചിക്കനെ ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് സമയം മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാത്രം തീ കുറച്ചാൽ മതി, അല്ലെങ്കിൽ ചിക്കനിൽ നിന്നും ഓവറായിട്ട് വെള്ളം ഇറങ്ങി വരും. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ചു വെച്ച് ചിക്കൻ്റെ എല്ലാ ഭാഗവും ഒന്ന് വേവിച്ചെടുക്കണം. ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഒരു 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെയൊക്കെ ഈ ചിക്കനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചിക്കനിലേക്ക് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ ഈ മുളകും ജീരകവും ഉപ്പും മാത്രം ചേർത്തിട്ട് ഒരു തവണ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. കേത്തൽ ചിക്കൻ തന്നെ പല വിധത്തിലും തയ്യാറാക്കാറുണ്ട്. ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി ഞാനിതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ആ ഒരു പൗഡർ തന്നെ ഒന്ന് കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ള മുഴുവൻ പൗഡറും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഈ സ്പെഷ്യൽ കേത്തൽ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടാവും. ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ വളരെ സിമ്പിളാണ് ഇത് റെഡിയാക്കാനായിട്ട്. ഇതുപോലെ വളരെ കുറച്ച് ചേരുവകൾ മാത്രം വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു ചിക്കൻ കബാബിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഒന്ന് കണ്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.